السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي വദഖുലി ജന്നതി. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സൃഷ്ടാവും സംരക്ഷകനുമായ കാരുണ്യവാനായ റബ്ബിൻ്റെ നിയമാനുശാസനകൾ അനുസരിച്ച് ജീവിതത്തെ വിമലീകരിക്കണമേ എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സെഷനിൽ ഒരുങ്ങുക റബ്ബിൻ്റെ പ്രീതിക്കു വേണ്ടി എന്ന വിഷയത്തിൽ അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സുകളിലേക്ക് പകർന്നു നൽകാനാണ് ഈ ഉള്ളവൻ താല്പര്യപ്പെടുന്നത്. അതിന് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ മണ്ണിൽ നിന്ന് വിട പറയേണ്ടവരാണ് നമ്മൾ. എപ്പോഴും തിരിച്ചു പോകേണ്ടവർ. എപ്പോഴാണ് മരണമെന്ന് മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിയില്ല. അള്ളാഹുവിൻ്റെ തീരുമാനവും സമയവും എത്തിയാൽ തീർച്ചയായും നമ്മൾ മറുപടി പറയേണ്ടി വരും. എറണാകുളത്ത് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കൂട്ടുകാരുമായി കളിച്ച് ചിരിച്ച് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ശരീരത്തിന് എന്തെന്നില്ലാത്തൊരു തളർച്ച അനുഭവപ്പെടുകയും അവൻ്റെ കൂട്ടുകാരെല്ലാം അവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ഉടൻ അവൻ ICUയിലേക്ക് മാറ്റുകയും അവനെ ചികിത്സിച്ച ഡോക്ടർ പുറത്തു വന്നപ്പോൾ വല്ലാതെ സങ്കടത്തോടെ ബേജാറായി നിൽക്കുന്നവൻ്റെ കൂട്ടുകാരോട് ഡോക്ടർ പറഞ്ഞത്, ഒരല്പസമയം മാത്രം, അത് കഴിഞ്ഞാൽ എന്നേക്കുമായി നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനെ നഷ്ടപ്പെടുമെന്നാണ്. ആ വാർത്ത കേട്ടപ്പോൾ ആകെ തരിച്ചുപോയി അവൻ്റെ കൂട്ടുകാരൻ. അവരൊരുമിച്ച് ഡോക്ടറുടെ ചുറ്റും വട്ടത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ എന്തു വേണമെങ്കിലും തരാം സർ, എത്ര പണം വേണമെങ്കിലും ചികിത്സക്കായി, ഞങ്ങളുടെ രക്തം വേണോ, ഞങ്ങളുടെ വൃക്ക വേണോ, ഞങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി എന്തും തരാൻ ഞങ്ങൾ ഒരുക്കമാണ്, എത്ര പണം വേണമെങ്കിലും ഞങ്ങളുടെ രക്ഷിതാക്കളെ വിളിച്ച് ഞങ്ങൾ എത്തിക്കാം. തിരിച്ചാ ഡോക്ടറുടെ പ്രതികരണം, എത്ര പണം കിട്ടിയിട്ടും എന്ത് കിട്ടിയിട്ടും ഒരു കാര്യമില്ല, ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നടന്നു. ഏതാനും മിനിറ്റുകൾ മാത്രം. എന്നേക്കുമായി ആ ചെറുപ്പക്കാരൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. കേവലം 33 വയസ്സുള്ള ഒരു ടീച്ചർ, കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക, ഒരു ദിവസം സ്കൂളിൽ വന്നില്ല. പനി, ഒരു ചെറിയ വിറയലും. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. 1-2 ടെസ്റ്റിന് പിന്നെയും എഴുതി കൊടുത്തു. ഒടുവിലുള്ള വിവരം, നട്ടെല്ലിന് ആകെ പഴുപ്പ് ബാധിച്ചിരിക്കുകയാണ്. ഉടൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു, ചികിത്സിക്കുന്നു. 1-2 ദിവസങ്ങൾ കൊണ്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ തളർന്നു പോകുന്നു. പിന്നെ പിറ്റേ ദിവസം ഈ മണ്ണിൽ നിന്ന് എന്നേക്കുമായി വിട പറയുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹോദരിമാർ അപ്രതീക്ഷിതമായി പെട്ടെന്നുള്ള ഇത്തരം ഇടപെടലുകൾ, ഇത്തരം സംഭവങ്ങൾക്ക് നമ്മൾ സാക്ഷികളാകുന്നു. 2011 ഒരു ജൂലൈ മാസം 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ചേരണമെന്ന ആഗ്രഹത്തോടെ നിന്നു ഒരു MSMകാരൻ. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന്
സ്കൂളിലേക്ക് പോവാൻ കഴിയാതെ രോഗാവസ്ഥയിൽ, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അവൻ്റെ അവസ്ഥ കണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ഉമ്മാൻ്റെ ഇങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞു കണ്ടപ്പോൾ MSMകാരനായ ആ പയ്യൻ 16 വയസ്സുള്ള 15 കഴിഞ്ഞ് 16ാമത്തെ വയസ്സിൽ കാലെടുത്ത് വെച്ച അവൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ സങ്കടപ്പെടണ്ട, ഉമ്മ കരയണ്ട, അള്ളാഹുവിൻ്റെ തീരുമാനം എന്തോ അതേ നടക്കൂ. ഈ രോഗം മാറി തിരിച്ചു വരണമെന്നാണ് റബ്ബിൻ്റെ തീരുമാനമെങ്കിൽ തീർച്ചയായും അത് നടക്കും. അതല്ല, ഈ രോഗത്തോടുകൂടെ എന്നേക്കുമായി ഞാൻ മരണപ്പെടണമെന്നാണ് എൻ്റെ റബ്ബിൻ്റെ തീരുമാനമെങ്കിൽ അത് നടക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധി എന്തുകൊണ്ടും എൻ്റെ റബ്ബിൽ നിന്നുള്ള തീരുമാനം എൻ്റെ നന്മക്ക് ആയിരിക്കും. അതുകൊണ്ട് ഉമ്മ ബേജാറാകണ്ട എന്ന് പറഞ്ഞ് ഉമ്മാനെ ആശ്വസിപ്പിക്കുന്ന ഒരു 15കാരൻ അല്ലെങ്കിൽ 16കാരൻ 2011 ജൂലൈ മാസത്തിൽ ഈ മണ്ണിൽ നിന്ന് MSMകാരന് നമ്മിൽ നിന്ന് വിട പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴായാലും ഇവിടുന്ന് പോകേണ്ടവരാണ് നമ്മൾ. പക്ഷെ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ട് പോകുന്നവരാകണം നമ്മൾ. അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചവരായി കൊണ്ട് പോവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഓതുന്ന ഒരായത്താണിത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. ഈ ആയത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിയാൻ നമുക്ക് കഴിയണം. സമാധാനമടഞ്ഞ ആത്മാവിനുടമകളായി അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ അംഗമാവാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി ഒരുങ്ങണം നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയം തന്നെ ഒരുങ്ങുക റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. സാധ്യമാം വിധം ആ രംഗത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇടപെടലാണ് വിശ്വാസികളെന്ന നിലയിൽ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ആ ഒരു ബോധത്തോടുകൂടെ ജീവിതത്തെ നോക്കിക്കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ ശ്രേഷ്ഠരായ സത്യവിശ്വാസികളെ അള്ളാഹ് പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹു എടുത്തു പറഞ്ഞൊരു കാര്യം സൂറ മുജാദലയിലെ 22ാമത്തെ ആയത്തിൽ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും. റളിയല്ലാഹു അൻഹും വറളു അൻ ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ടുള്ള ഒരവസ്ഥയിൽ ഉയർന്നു നിന്നവർ, അത്തരം ആളുകൾ അള്ളാഹ് പരിചയപ്പെടുത്തുന്നത് അവരാണ് ഹിസ്ബുല്ലാഹ്, അള്ളാഹിൻ്റെ കക്ഷി. ആത്യന്തികമായ വിജയം അള്ളാഹുവിൻ്റെ കക്ഷികൾക്കാണ്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയ അള്ളാഹുവിൻ്റെ കക്ഷികൾക്കാണ് ആത്യന്തികമായ വിജയമെന്ന് അള്ളാഹ് നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഇക്കാര്യം നമ്മെ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരുപാട് സംഭവങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടങ്ങളിലെല്ലാം ശ്രേഷ്ഠരായ നമ്മുടെ മുൻഗാമികൾ ലക്ഷ്യമിട്ടതും അവരെല്ലാം ആഗ്രഹിച്ചതും അവർ നിരന്തരമായി പരിശ്രമിച്ചതും പ്രാർത്ഥിച്ചതും അള്ളാഹുവിൻ്റെ റിളക്ക് വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പ്രീതിക്കും പൊരുത്തത്തിനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹു സൂറ 48-ാം അധ്യായം സൂറ ഫതഹിന്റെ 29ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞു, യബ്തഗൂന ഫളലൻ മിനല്ലാഹി റിദ്വാന. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും അവൻ്റെ തൃപ്തിയും പൊരുത്തവും തേടിക്കൊണ്ട് ആ രംഗത്ത് മത്സരിക്കുന്നവർ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയെ പൊരുത്തത്തെ ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിൽ സജീവമാകുന്നവർ എന്നെല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ, പ്രവാചകന്റെ ശരിയായ അനുയായികൾ അള്ളാഹ് പരിചയപ്പെടുത്തി. അള്ളാഹുവിൻ്റെ തൃപ്തിക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി എന്തും കൊടുക്കാൻ, എന്തും സമർപ്പിക്കാൻ സന്നദ്ധരാണ് ശ്രേഷ്ഠരായ വിശ്വാസികൾ. അതുകൊണ്ടാണ് അള്ളാഹു സൂറ ബഖറയിലെ 207-ാമത്തെ ആയത്തിലൂടെ അള്ളാഹ് പറഞ്ഞു, വമിനന്നാസി മയ്യശ്തരി നഫ്സഹു ബിതിഗാഅ മർളാത്തില്ലാഹ്. സ്വന്തത്തെ തന്നെ, സ്വന്തം ജീവനെ വരെ കൊടുക്കാൻ അവരൊരുക്കമാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി വേണം, പടച്ചവന്റെ പൊരുത്തം വേണം. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അള്ളാഹുവിൻ്റെ ദാസന്മാരോട് അങ്ങേയറ്റം ദയാപരനാണ് അള്ളാഹ്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തത്തെ തന്നെ സമർപ്പിക്കാൻ സന്നദ്ധരായവരോട് അങ്ങേയറ്റം ദയാപരനാണ് അള്ളാഹ്.
അതുകൊണ്ട് തന്നെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച മുഫസ്സിറുകൾ സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. മക്കയിൽ വരുമ്പോൾ ഒന്നുമില്ല, പക്ഷേ അധ്വാനിച്ചു കച്ചവടം ചെയ്ത് ഒരുപാട് സമ്പത്തിനുടമയായി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പന മാനിച്ചു മദീനയിലേക്ക് ഹിജറ പോവാനുള്ള തീരുമാനം. തടസ്സമായി നിൽക്കുന്ന മക്കയിലെ മുശ്രിക്കുകൾ, നിഷേധികൾ, നീ ഇവിടെ വരുമ്പോൾ ഒന്നുമില്ലാത്തവനായി വന്നു, തിരിച്ചു പോകണമെങ്കിൽ നീ സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ ഇവിടെ ഇട്ടേച്ച് പോകണം, എങ്കിൽ നിനക്ക് പോവാം. സുഹൈബ് റളിയല്ലാഹു അൻ അസ്ത്രവിദ്യയിൽ വിദഗ്ധനാണ്. എന്നിട്ട് പോലും തൻ്റെ അസ്ത്രമോ അമ്പോ അല്ലെങ്കിൽ വില്ലോ ഉപയോഗിക്കാനല്ല അദ്ദേഹം തീരുമാനിച്ചത്. അദ്ദേഹം തിരിച്ച് തന്നെ തടഞ്ഞവരോട് ചോദിച്ചു, എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാനിവിടെ ഇട്ടേച്ച് പോവാം, എനിക്ക് പോവാമോ മദീനയിലേക്ക്? തീർച്ചയായും പോവാം. തൻ്റെ സമ്പാദ്യം മുഴുവൻ അവിടെ ഇട്ടേച്ചു പോയ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ഒരുപാട് ഖുതുബകളിലും ഒരുപാട് തസ്കിയ തർബിയ ക്യാമ്പുകളിലെല്ലാം കേട്ട് പരിചയമുള്ള തഴമ്പിച്ച ഒരു ചരിത്രം. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞ വർത്തമാനം നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. സുഹൈബിൻ്റെ കച്ചവടം ഏറ്റവും ലാഭകരമായ കച്ചവടം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് സമയവും എപ്പോഴും ഈ മണ്ണിൽ നിന്ന് വിട പറയേണ്ടവരാണെന്നുള്ള ബോധ്യവും നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ എപ്പോ അർഹമുറാഹിമീനായ റബ്ബ് നമ്മളെ വിളിച്ചാലും, എപ്പോഴാണോ നമ്മുടെ മരണം, അള്ളാഹുവിൻ്റെ റിള നേടിക്കൊണ്ടാവണം, അല്ലെങ്കിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുകൊണ്ടാവണം. ആ ഒരു തലത്തിൽ ഈ മണ്ണിൽ നിന്ന് വിട പറയാൻ നമുക്ക് കഴിയണമെന്ന് ചുരുക്കം. വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറ തൗബയിലെ 20 മുതൽ 22 കൂടിയ വരികളിൽ അള്ളാഹു പിന്നെയും നമ്മളോട് സംസാരിച്ചു. അല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹ് ബിഅംവാലിഹിം വഅൻഫുസിഹിം. അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം വെച്ച് പുലർത്തുന്നവർ, അതോടൊപ്പം തന്നെ പടച്ചറബിന്റെ മാർഗത്തിൽ ഹിജറ ചെയ്തവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ജിഹാദ് ചെയ്ത ആളുകൾ, അഅ്ളമു ദറജതൻ ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കൽ ഉന്നതമായ പദവിയാണ് അവർക്കുള്ളത്. വഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് ആത്യന്തികമായ വിജയം നേടിയവർ. അള്ളാഹുവിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനു വേണ്ടി സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്തവർ, സർവവും ഉപേക്ഷിച്ച് ഹിജറ ചെയ്തവർ, അചഞ്ചലമായി വിശ്വാസം വെച്ച് പുലർത്തിയവർ, അള്ളാന്റെ അടുക്കൽ ഉന്നതമായ പദവിയുണ്ടവർക്ക്, ആത്യന്തികമായി വിജയം നേടിയവരും അവരാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മത്തിൻ മിൻ വരിദ്വാൻ വജന്നാത്തിൻ ലഹും ഫീഹാ നഈമുൻ മുഖീം. അള്ളാന്റെ അടുക്കലുള്ള റഹ്മത്തും തൃപ്തിയും അവർക്കുണ്ട്. റഹ്മത്തുണ്ട്, റിദ്വാനുണ്ട്, മാത്രമല്ല സ്വർഗമുണ്ട്, നിത്യസൗഖ്യത്തിന്റെ സുഖാനുഭവങ്ങളുടെ സ്വർഗലോകം അള്ളാഹു ഇവർക്ക് സമ്മാനമായി സന്തോഷവാർത്ത അറിയിക്കുകയാണ്. ഖാലിദീന ഫീഹാ അബദാ ഇന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം. അവരവിടെ നിത്യവാസികളായിരിക്കും. അള്ളാന്റെ അടുക്കലുള്ള പ്രതിഫലമാണ് ഉന്നതമായ പ്രതിഫലം എന്ന് പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ വരികൾ. നിങ്ങൾ നോക്കി, ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സൃഷ്ടാവും സംരക്ഷകനുമായ കാരുണ്യവാനായ റബ്ബിൻ്റെ നിയമാനുശാസനകൾ അനുസരിച്ച് ജീവിതത്തെ വിമലീകരിക്കണമേ എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സെഷനിൽ ഒരുങ്ങുക റബ്ബിൻ്റെ പ്രീതിക്കു വേണ്ടി എന്ന വിഷയത്തിൽ അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സുകളിലേക്ക് പകർന്നു നൽകാനാണ് ഈ ഉള്ളവൻ താല്പര്യപ്പെടുന്നത്. അതിന് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ
ഈ മണ്ണിൽ നിന്ന് വിട പറയേണ്ടവരാണ് നമ്മൾ. എപ്പോഴും തിരിച്ചു പോകേണ്ടവർ. എപ്പോഴാണ് മരണമെന്ന് മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിയില്ല. അള്ളാഹുവിൻ്റെ തീരുമാനവും സമയവും എത്തിയാൽ തീർച്ചയായും നമ്മൾ മറുപടി പറയേണ്ടി വരും. എറണാകുളത്ത് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കൂട്ടുകാരുമായി കളിച്ച് ചിരിച്ച് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ശരീരത്തിന് എന്തെന്നില്ലാത്തൊരു തളർച്ച അനുഭവപ്പെടുകയും അവൻ്റെ കൂട്ടുകാരെല്ലാം അവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ഉടൻ അവൻ ICUയിലേക്ക് മാറ്റുകയും അവനെ ചികിത്സിച്ച ഡോക്ടർ പുറത്തു വന്നപ്പോൾ വല്ലാതെ സങ്കടത്തോടെ ബേജാറായി നിൽക്കുന്നവൻ്റെ കൂട്ടുകാരോട് ഡോക്ടർ പറഞ്ഞത്, ഒരല്പസമയം മാത്രം, അത് കഴിഞ്ഞാൽ എന്നേക്കുമായി നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനെ നഷ്ടപ്പെടുമെന്നാണ്. ആ വാർത്ത കേട്ടപ്പോൾ ആകെ തരിച്ചുപോയി അവൻ്റെ കൂട്ടുകാരൻ. അവരൊരുമിച്ച് ഡോക്ടറുടെ ചുറ്റും വട്ടത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ എന്തു വേണമെങ്കിലും തരാം സർ, എത്ര പണം വേണമെങ്കിലും ചികിത്സക്കായി, ഞങ്ങളുടെ രക്തം വേണോ, ഞങ്ങളുടെ വൃക്ക വേണോ, ഞങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി എന്തും തരാൻ ഞങ്ങൾ ഒരുക്കമാണ്, എത്ര പണം വേണമെങ്കിലും ഞങ്ങളുടെ രക്ഷിതാക്കളെ വിളിച്ച് ഞങ്ങൾ എത്തിക്കാം. തിരിച്ചാ ഡോക്ടറുടെ പ്രതികരണം, എത്ര പണം കിട്ടിയിട്ടും എന്ത് കിട്ടിയിട്ടും ഒരു കാര്യമില്ല, ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നടന്നു. ഏതാനും മിനിറ്റുകൾ മാത്രം. എന്നേക്കുമായി ആ ചെറുപ്പക്കാരൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. കേവലം 33 വയസ്സുള്ള ഒരു ടീച്ചർ, കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക, ഒരു ദിവസം സ്കൂളിൽ വന്നില്ല. പനി, ഒരു ചെറിയ വിറയലും. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. 1-2 ടെസ്റ്റിന് പിന്നെയും എഴുതി കൊടുത്തു. ഒടുവിലുള്ള വിവരം, നട്ടെല്ലിന് ആകെ പഴുപ്പ് ബാധിച്ചിരിക്കുകയാണ്. ഉടൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു, ചികിത്സിക്കുന്നു. 1-2 ദിവസങ്ങൾ കൊണ്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ തളർന്നു പോകുന്നു. പിന്നെ പിറ്റേ ദിവസം ഈ മണ്ണിൽ നിന്ന് എന്നേക്കുമായി വിട പറയുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹോദരിമാർ അപ്രതീക്ഷിതമായി പെട്ടെന്നുള്ള ഇത്തരം ഇടപെടലുകൾ, ഇത്തരം സംഭവങ്ങൾക്ക് നമ്മൾ സാക്ഷികളാകുന്നു. 2011 ഒരു ജൂലൈ മാസം 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ചേരണമെന്ന ആഗ്രഹത്തോടെ നിന്നു ഒരു MSMകാരൻ. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് സ്കൂളിലേക്ക് പോവാൻ കഴിയാതെ രോഗാവസ്ഥയിൽ, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അവൻ്റെ അവസ്ഥ കണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ഉമ്മാൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു കണ്ടപ്പോൾ MSMകാരനായ ആ പയ്യൻ, 16 വയസ്സുള്ള, 15 കഴിഞ്ഞ് 16ാമത്തെ വയസ്സിൽ കാലെടുത്ത് വെച്ച അവൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ സങ്കടപ്പെടണ്ട, ഉമ്മ കരയണ്ട, അള്ളാഹുവിൻ്റെ തീരുമാനം എന്തോ അതേ നടക്കൂ. ഈ രോഗം മാറി തിരിച്ചു വരണമെന്നാണ് റബ്ബിൻ്റെ തീരുമാനമെങ്കിൽ തീർച്ചയായും അത് നടക്കും. അതല്ല, ഈ രോഗത്തോടുകൂടെ എന്നേക്കുമായി ഞാൻ മരണപ്പെടണമെന്നാണ് എൻ്റെ റബ്ബിൻ്റെ തീരുമാനമെങ്കിൽ അത് നടക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധി എന്തുകൊണ്ടും എൻ്റെ റബ്ബിൽ നിന്നുള്ള തീരുമാനം എൻ്റെ നന്മക്ക് ആയിരിക്കും. അതുകൊണ്ട് ഉമ്മ ബേജാറാകണ്ട എന്ന് പറഞ്ഞ് ഉമ്മാനെ ആശ്വസിപ്പിക്കുന്ന ഒരു 15കാരൻ അല്ലെങ്കിൽ 16കാരൻ 2011 ജൂലൈ മാസത്തിൽ ഈ മണ്ണിൽ നിന്ന് MSMകാരന് നമ്മിൽ നിന്ന് വിട പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴായാലും ഇവിടുന്ന് പോകേണ്ടവരാണ് നമ്മൾ. പക്ഷെ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ട് പോകുന്നവരാകണം നമ്മൾ. അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചവരായി കൊണ്ട് പോവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഓതുന്ന ഒരായത്താണിത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി
വദ്ഖുലി ജന്നതി. ഈ ആയത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിയാൻ നമുക്ക് കഴിയണം. സമാധാനമടഞ്ഞ ആത്മാവിനുടമകളായി അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ അംഗമാവാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി ഒരുങ്ങണം നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയം തന്നെ ഒരുങ്ങുക റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. സാധ്യമാം വിധം ആ രംഗത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇടപെടലാണ് വിശ്വാസികളെന്ന നിലയിൽ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ആ ഒരു ബോധത്തോടുകൂടെ ജീവിതത്തെ നോക്കിക്കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ ശ്രേഷ്ഠരായ സത്യവിശ്വാസികളെ അള്ളാഹ് പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹു എടുത്തു പറഞ്ഞൊരു കാര്യം സൂറ മുജാദലയിലെ 22-ാമത്തെ ആയത്തിൽ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും. റളിയല്ലാഹു അൻഹും വറളു അൻ ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ടുള്ള ഒരവസ്ഥയിൽ ഉയർന്നു നിന്നവർ, അത്തരം ആളുകൾ അള്ളാഹ് പരിചയപ്പെടുത്തുന്നത് അവരാണ് ഹിസ്ബുല്ലാഹ്, അള്ളാഹിൻ്റെ കക്ഷി. ആത്യന്തികമായ വിജയം അള്ളാഹുവിൻ്റെ കക്ഷികൾക്കാണ്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയ അള്ളാഹുവിൻ്റെ കക്ഷികൾക്കാണ് ആത്യന്തികമായ വിജയമെന്ന് അള്ളാഹ് നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഇക്കാര്യം നമ്മെ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരുപാട് സംഭവങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടങ്ങളിലെല്ലാം ശ്രേഷ്ഠരായ നമ്മുടെ മുൻഗാമികൾ ലക്ഷ്യമിട്ടതും അവരെല്ലാം ആഗ്രഹിച്ചതും അവർ നിരന്തരമായി പരിശ്രമിച്ചതും പ്രാർത്ഥിച്ചതും അള്ളാഹുവിൻ്റെ റിളക്ക് വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പ്രീതിക്കും പൊരുത്തത്തിനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹു സൂറ 48-ാം അധ്യായം സൂറ ഫതഹിന്റെ 29-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞു, യബ്തഗൂന ഫളലൻ മിനല്ലാഹി റിദ്വാന. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും അവൻ്റെ തൃപ്തിയും പൊരുത്തവും തേടിക്കൊണ്ട് ആ രംഗത്ത് മത്സരിക്കുന്നവർ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയെ പൊരുത്തത്തെ ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിൽ സജീവമാകുന്നവർ എന്നെല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ, പ്രവാചകന്റെ ശരിയായ അനുയായികൾ അള്ളാഹ് പരിചയപ്പെടുത്തി. അള്ളാഹുവിൻ്റെ തൃപ്തിക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി എന്തും കൊടുക്കാൻ, എന്തും സമർപ്പിക്കാൻ സന്നദ്ധരാണ് ശ്രേഷ്ഠരായ വിശ്വാസികൾ. അതുകൊണ്ടാണ് അള്ളാഹു സൂറ ബഖറയിലെ 207-ാമത്തെ ആയത്തിലൂടെ അള്ളാഹ് പറഞ്ഞു, വമിനന്നാസി മയശ്തരി നഫ്സഹു ബിതിഗാഅ മർളാത്തില്ലാ. സ്വന്തത്തെ തന്നെ, സ്വന്തം ജീവനെ വരെ കൊടുക്കാൻ അവരൊരുക്കമാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി വേണം, പടച്ചവന്റെ പൊരുത്തമാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അള്ളാഹുവിൻ്റെ ദാസന്മാരോട് അങ്ങേയറ്റം ദയാപരനാണ് അള്ളാഹ്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തത്തെ തന്നെ സമർപ്പിക്കാൻ സന്നദ്ധരായവരോട് അങ്ങേയറ്റം ദയാപരനാണ് അള്ളാഹ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച മുഫസ്സിറുകൾ സുഹൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. മക്കയിൽ വരുമ്പോൾ ഒന്നുമില്ല, പക്ഷേ അധ്വാനിച്ചു കച്ചവടം ചെയ്ത് ഒരുപാട് സമ്പത്തിനുടമയായി. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൽപ്പന മാനിച്ച് മദീനയിലേക്ക് ഹിജറ പോവാനുള്ള തീരുമാനം. തടസ്സമായി നിൽക്കുന്ന മക്കയിലെ മുശ്രിക്കുകൾ, നിഷേധികൾ, നീ ഇവിടെ വരുമ്പോൾ ഒന്നുമില്ലാത്തവനായി വന്നു, തിരിച്ചു പോകണമെങ്കിൽ നീ സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ ഇവിടെ ഇട്ടേച്ച് പോകണം, എങ്കിൽ നിനക്ക് പോവാം. സുഹൈബ് റളിയല്ലാഹു അൻ അസ്ത്രവിദ്യയിൽ വിദഗ്ധനാണ്. എന്നിട്ട് പോലും തൻ്റെ അസ്ത്രമോ അമ്പോ അല്ലെങ്കിൽ വില്ലോ ഉപയോഗിക്കാനല്ല അദ്ദേഹം തീരുമാനിച്ചത്. അദ്ദേഹം തിരിച്ച് തന്നെ തടഞ്ഞവരോട് ചോദിച്ചു, എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാനിവിടെ ഇട്ടേച്ച് പോവാം, എനിക്ക് പോവാമോ മദീനയിലേക്ക്? തീർച്ചയായും പോവാം. തൻ്റെ സമ്പാദ്യം മുഴുവൻ അവിടെ ഇട്ടേച്ചു പോയ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ഒരുപാട് ഖുതുബകളിലും ഒരുപാട് തസ്കിയ തർബിയ ക്യാമ്പുകളിലെല്ലാം കേട്ട് പരിചയമുള്ള തഴമ്പിച്ച ഒരു ചരിത്രം. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞ വർത്തമാനം നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. സുഹൈബിൻ്റെ കച്ചവടം ഏറ്റവും ലാഭകരമായ കച്ചവടം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് സമയവും എപ്പോഴും ഈ മണ്ണിൽ നിന്ന് വിട പറയേണ്ടവരാണെന്നുള്ള ബോധ്യവും നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ എപ്പോ അർഹമുറാഹിമീനായ റബ്ബ് നമ്മളെ വിളിച്ചാലും, എപ്പോഴാണോ നമ്മുടെ മരണം, അള്ളാഹുവിൻ്റെ റിള നേടിക്കൊണ്ടാവണം, അല്ലെങ്കിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുകൊണ്ടാവണം.
ആ ഒരു തലത്തിൽ ഈ മണ്ണിൽ നിന്ന് വിട പറയാൻ നമുക്ക് കഴിയണമെന്ന് ചുരുക്കം. വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറ തൗബയിലെ 20 മുതൽ 22 കൂടിയ വരികളിൽ അള്ളാഹു പിന്നെയും നമ്മളോട് സംസാരിച്ചു. അല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹ് ബിഅംവാലിഹിം വഅൻഫുസിഹിം. അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം വെച്ച് പുലർത്തുന്നവർ, അതോടൊപ്പം തന്നെ പടച്ചറബിന്റെ മാർഗത്തിൽ ഹിജറ ചെയ്തവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ജിഹാദ് ചെയ്ത ആളുകൾ, അഅ്ളമു ദറജതൻ ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കൽ ഉന്നതമായ പദവിയാണ് അവർക്കുള്ളത്. വഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് ആത്യന്തികമായ വിജയം നേടിയവർ. അള്ളാഹുവിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനു വേണ്ടി സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്തവർ, സർവവും ഉപേക്ഷിച്ച് ഹിജറ ചെയ്തവർ, അചഞ്ചലമായ വിശ്വാസം വെച്ച് പുലർത്തിയവർ, അള്ളാന്റെ അടുക്കൽ ഉന്നതമായ പദവിയുണ്ടവർക്ക്, ആത്യന്തികമായ വിജയം നേടിയവരും അവരാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മത്തിൻ മിൻ വരിദ്വാൻ വജന്നാത്തിൻ ലഹും ഫീഹാ നഈമുൻ മുഖീം. അള്ളാന്റെ അടുക്കലുള്ള റഹ്മത്തും തൃപ്തിയും അവർക്കുണ്ട്. റഹ്മത്തുണ്ട്, റിദ്വാനുണ്ട്, മാത്രമല്ല സ്വർഗമുണ്ട്, നിത്യ സൗഖ്യത്തിന്റെ സുഖാനുഭവങ്ങളുടെ സ്വർഗലോകം അള്ളാഹു ഇവർക്ക് സമ്മാനമായി സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഖാലിദീന ഫീഹാ അബദാ ഇന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം. അവരവിടെ നിത്യവാസികളായിരിക്കും. അള്ളാന്റെ അടുക്കലുള്ള പ്രതിഫലമാണ് ഉന്നതമായ പ്രതിഫലം എന്ന് പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ വരികൾ. നിങ്ങൾ നോക്കി, ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം. അതിലൊന്നാണ് പ്രായമുള്ള സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഈ മണ്ണിൽ നിന്ന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 80 വയസ്സായിരുന്നു. ഹിജ്റ 54-ലാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഈ മണ്ണിൽ നിന്ന് വിട പറയുന്നത്. മുസ്ലിം സൈന്യത്തിന്റെ മുന്നിൽ നിന്നു അദ്ദേഹം, മുസ്ലിം സൈന്യത്തിന്റെ നേതൃ പദവി അലങ്കരിച്ചു അദ്ദേഹം. ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു അദ്ദേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷഗണങ്ങളിൽ ഏറെ ശ്രദ്ധേയനായിരുന്നു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. മരണാസന്നനായി കിടക്കുന്ന, രോഗിയായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ കിടപ്പും അദ്ദേഹത്തിന്റെ അവസ്ഥയും കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മകന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മകന്റെ കരച്ചിൽ കണ്ടപ്പോൾ പ്രായമുള്ള 80-കാരനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മകനോട് ചോദിച്ചു, ലിമതബ്കി യാ ബുനയ്യ, പൊന്നുമോനെ എന്തിനാടാ നീ കരയണേ, എന്തേ നീ കരയണേ? മകന്റെ പ്രതികരണം, ഇല്ല, അങ്ങയുടെ അവസ്ഥ കണ്ടപ്പോൾ വാപ്പ സങ്കടം വന്നു, അല്ലാത്ത സങ്കടം, അതുകൊണ്ട് കണ്ണ് നിറഞ്ഞതാണ് നിങ്ങളുടെ ഈ കിടപ്പ് കണ്ടിട്ട്. ആ സമയത്ത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ തിരിച്ചുള്ള പ്രതികരണം, നീ കരയണ്ട, എന്റെ റബ്ബ് എന്നെ കൈവിടില്ല. എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേർക്ക് നേരെ എനിക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. പിന്നെന്തിനാ നീ കരയണം? പിന്നെന്തിനാ നീ ബേജാറാകണം? അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവിൻ തുമ്പിലൂടെ സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത കേൾക്കാനുള്ള സൗഭാഗ്യം സിദ്ധിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് നീ കരയണ്ട, എൻ്റെ മകൻ കരയണ്ട. എന്നിട്ട് തൻ്റെ മകൻ അദ്ദേഹം നൽകുന്നൊരു വസിയത്തുണ്ട്, ഞാൻ മരിച്ചാൽ ഒരു പഴയ പെട്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആ പെട്ടിയിലൊരു തുണിയുണ്ട്, ആ തുണി കൊണ്ടാണ് നീ എൻ്റെ മയ്യത്തിനെ പുതക്കേണ്ടത്. ഞാൻ ബദറിൽ അണിഞ്ഞ വസ്ത്രമാണത്, അതുകൊണ്ട് ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്തിൻ്റെ കഫം പുടവ ആ തുണിയാകണം എന്ന വസിയത്താണ് തൻ്റെ മകന് നൽകുന്ന സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. 80-കാരനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഈ മണ്ണിൽ നിന്ന് വിട പറയുമ്പോൾ നേരത്തെ പറഞ്ഞ അല്ലാഹ് പറഞ്ഞ അതെ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവിനുടമയായി അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി അള്ളാഹുവിന്റെ തൃപ്തി നേടി സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത ലഭിക്കുന്ന ഒരു സൗഭാഗ്യവാനായി ഈ മണ്ണിൽ നിന്ന് വിട പറയാൻ 80-കാരനായ പ്രായമുള്ള തലയും താടിയും നരച്ച ആ വ്യക്തിക്ക് കഴിഞ്ഞു എന്ന് ചുരുക്കം. അതേപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു ചെറുപ്പക്കാരനെ നമുക്ക് കാണാം, സഅദ് ബിൻ മുആദ്. നേരത്തെ പറഞ്ഞത് സഅദ് ബിൻ അബി വഖാസ്, ഇപ്പൊ പറയാൻ പോകുന്ന ചെറുപ്പക്കാരൻ സഅദ് ബിൻ മുആദ്. വെറും 37 വയസ്സുള്ള യൗവനം തുളുമ്പുന്ന യുവത്വത്തിന്റെ പ്രതീകം. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണാം. ഉഹദിന്റെ രണഭൂമിയിൽ, ഖന്തക്കിന്റെ രണഭൂമിയിൽ മാരകമായ മുറിവേറ്റുകൊണ്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ചില ചരിത്രകാരന്മാർ പറയുന്ന അദ്ദേഹത്തെ കിടത്തിയ ടെന്റിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ചോര വാർന്നൊഴുകി ടെന്റിന്റെ പുറത്തു വന്നിട്ടുണ്ട്. അത്ര നിർത്താതെ, അല്ലെങ്കിൽ പല മുറിവുകളിൽ നിന്നായി ചോര ഇങ്ങനെ വാർന്നുകൊണ്ടിരിക്കുകയാണ്. ചോര വാർന്ന് തളർന്നു പോയ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരൻ
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രവാചകന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, റസൂലേ, സഅദ് ബിൻ മുആദിന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയിലാണ്, അദ്ദേഹം ഒന്ന് വരണം, ഒന്ന് കാണണം സഅദിനെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരനായ, മാരകമായ മുറിവേറ്റ് ശരീരത്തിൽ നിന്ന് ചോര വാർന്ന് തളർന്നു പോയ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു കാണാൻ പോകുന്ന രംഗം ഇസ്ലാമിക ചരിത്രത്തിലൊരു വല്ലാത്തൊരേട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ മുആദ് റളിയല്ലാഹുവിന്റെ അടുക്കലെത്തുകയും എന്നിട്ട് റസൂലുള്ളാഹി സഅദിന്റെ അടുക്കലിരുന്ന് സഅദിന്റെ തലയെടുത്ത് തൻ്റെ മടിയിലേക്ക് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പടച്ച റബ്ബിനോട്. നാഥാ, ഇതാ സഅദ് നിന്റെ മാർഗത്തിൽ സമരം ചെയ്തു, സഅദ് നിന്റെ പ്രവാചകനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു, സഅദ് മാത്രമല്ല തൻ്റെ ബാധ്യതകൾ നിർവഹിച്ചു, സഅദ് അതുകൊണ്ട് സഅദിന്റെ ആത്മാവിനെ നീ നന്മയിൽ സ്വീകരിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദിനെ തൻ്റെ മടിയിൽ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. തളർന്ന അവശനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു തൻ്റെ പ്രവാചകൻ തന്നെ തന്നിലേക്ക് ചേർത്തണച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾക്ക് സാക്ഷിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറന്ന് റസൂലുള്ളാഹിനെ അങ്ങനെ നോക്കുകയാണ് സഅദ് ബിൻ മുആദ്. എന്നിട്ട് അവിടെ വെച്ച് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഉറപ്പിക്കുകയാണ്, റസൂലുള്ളാഹ് അങ്ങ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ തന്നെ എന്ന് അദ്ദേഹം പതിയ ശബ്ദത്തിൽ പറയുക. തളർന്നുപോയ അദ്ദേഹം തന്നെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന തൻ്റെ പ്രവാചകന്റെ മടിയിൽ വെച്ച് അങ്ങ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ തന്നെ എന്ന് പറയുന്ന ഒരു വല്ലാത്ത ആ മഹബത്തിന്റെ പ്രകടനം, ആ ഇഷ്ടത്തിന്റെ സ്നേഹത്തിന്റെ പ്രകടനം. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ കിടന്നുകൊണ്ട് 37 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു ഈ മണ്ണിൽ നിന്ന് വിട പറഞ്ഞു. മാത്രമല്ല, നാളെ പരലോകത്ത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹുവിന് ലഭിക്കുന്ന നല്ല പച്ചപ്പട്ടിന്റെ മേലങ്കിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചു. എത്ര മികവുറ്റതാണ് നാളെ സഅദ് ബിൻ മുആദിന് പടച്ച റബ്ബ് നൽകുന്ന പച്ചപ്പട്ടിന്റെ മേലങ്കി എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വർഗ്ഗപ്രവേശവുമായി ബന്ധപ്പെട്ട സൂചനകൾ നമുക്ക് നൽകി. 37-കാരനായ സഅദ് ഈ മണ്ണിൽ നിന്ന് വിട പറഞ്ഞത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ നാവിൽ നിന്നുള്ള സന്തോഷ വാർത്ത കേട്ട്, അല്ലെങ്കിൽ സ്വർഗമുണ്ട് എന്ന, അല്ലെങ്കിൽ സ്വർഗത്തിലെ മേലങ്കി പുതക്കാനുള്ള അവസരമുണ്ട് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചന വരികൾ. ഞാൻ പറഞ്ഞു വന്നത്, ചെറുപ്പക്കാരനായ സഅദ് ബിൻ മുആദും പ്രായമുള്ള സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവും ഈ മണ്ണിൽ നിന്ന് വിട പറഞ്ഞത് സമാധാനമടഞ്ഞ ആത്മാവിനുടമകളായിക്കൊണ്ട്, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ടായിരുന്നു അവരുടെ എല്ലാം വിട പറയൽ. അതുകൊണ്ട് തന്നെ ആ ശ്രേഷ്ഠ സഹാബിവരന്മാർ അള്ളാഹ് പരിചയപ്പെടുത്തിയതും റളിയല്ലാഹു അൻഹും വറളു അൻ എന്ന് തന്നെയാണല്ലോ. അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ പോലും നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് മനസ്സ് തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സഹാബിവര്യന്മാർ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാശത്തിനും നഷ്ടത്തിനും കാരണമാകാവുന്ന, അള്ളാഹുവിൻ്റെ ശാപ താപ കോപങ്ങൾക്ക് നിമിത്തമാകാൻ കാരണമായി തീരാവുന്ന സകല തിന്മകളിൽ നിന്നും, സകലയർത്ഥത്തിലുള്ള പുഴുക്കുത്തുകളിൽ നിന്നും, സകലയർത്ഥത്തിലുള്ള വിശ്വാസരംഗത്തെ വൈകല്യങ്ങളിൽ നിന്നും, വൈകൃതങ്ങളിൽ നിന്നും ബോധപൂർവം മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടു വളർന്ന മുവഹിദുകളും മുജാഹിദുകളുമാണ് നമ്മൾ. ചെറുപ്പത്തിൽ തന്നെ നമ്മളെയെല്ലാം താരാട്ട് പാട്ട് പാടി ഉറക്കുന്ന സമയത്ത്, നമ്മുടെ ഉമ്മ താരാട്ട് പാട്ട് പാടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശ്രദ്ധേയമായ വരികൾ ചെറുപ്പത്തിൽ തന്നെ താരാട്ടു പാട്ടിലൂടെ വരെ നമ്മളെ കേൾപ്പിച്ചു. ചെറുപ്പം മുതലേ നമ്മൾ കേട്ട വിശുദ്ധമായ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടു വളർന്ന നമ്മൾ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പതർച്ച ഉണ്ടാകരുത്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഇളക്കം സംഭവിക്കരുത്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്യിൽ പുഴുക്കുത്തുകൾ ഉണ്ടാവരുത്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്യിൽ തകരാറുകൾ ഉണ്ടാകരുത്. കാത്തു സംരക്ഷിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹയെ. പുഴുക്കുത്തുകളും തകരാറുകളും വൈകല്യങ്ങളും വൈകൃതങ്ങളും വരാതെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉറച്ചു നിന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി സംസാരിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ജനങ്ങളെ ക്ഷണിച്ച്, ഒടുവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ആ ഒരു വല്ലാത്ത സൗഭാഗ്യത്തിന് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ശ്രേഷ്ഠരായ പ്രവാചകന്മാർ, പ്രത്യേകിച്ച് യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാമി അള്ളാഹ് പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായി അള്ളാഹ് പരിചയപ്പെടുത്തുന്നു, തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബേ, നീ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ.
നീ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ, എന്നെ നീ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ നമ്മൾ ഈ ആയത്ത് കേൾക്കുകയാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ ആരും മരിച്ചു പോവരുത്. മരിക്കും, പക്ഷെ മരിക്കുമ്പോൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ. മരിക്കുമ്പോൾ മുഅ്മിനായിട്ടേ ഈ മണ്ണിൽ നിന്ന് വിട പറയാവൂ. മരിക്കുമ്പോൾ അള്ളാഹിന്റെ തൃപ്തി നേടിക്കൊണ്ടും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുമാകണം നമ്മുടെ മരണം. മരിക്കുമ്പോൾ സമാധാനമടഞ്ഞ ആത്മാവിൻ്റെ ഉടമകളായി മരിക്കാനാവണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എന്തൊക്കെ നമ്മൾ അള്ളാഹിനോട് ചോദിക്കാറുണ്ട്. നമുക്ക് വേണ്ടി, നമ്മുടെ കുടയണക്ക് വേണ്ടി, നമ്മുടെ ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഉപ്പാക്കും ഉമ്മാക്കും മക്കൾക്കും പേരമക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി എന്തെല്ലാം നമ്മൾ റബ്ബിനോട് ചോദിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ നമുക്ക് വേണ്ടി, നമ്മുടെ ഒറ്റവർക്കും ഉടയവർക്കും വേണ്ടി നമ്മൾ ചോദിക്കേണ്ട, മനസ്സ് തുറന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റബ്ബേ, മുഅ്മിനായി മുസ്ലിമായി ജീവിച്ച് മുഅ്മിനായി മുസ്ലിമായി മരിക്കാൻ നീ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ചുരുക്കം. മാത്രമല്ല, എല്ലാ അർത്ഥത്തിലുള്ള പിഴച്ച വിശ്വാസങ്ങളിൽ നിന്നും, എല്ലാ അർത്ഥത്തിലുള്ള ബിദ്അത്തുകളിൽ നിന്നും, കുഫ്റിൽ നിന്നും, നമ്മുടെ നാശത്തിനും നഷ്ടത്തിനും നിമിത്തമാകുന്ന സകല അർത്ഥത്തിലുള്ള തോന്നിവാസങ്ങളിൽ നിന്നും ബോധപൂർവം മാറി നിൽക്കാൻ പടച്ചറബ്ബിനോട് പ്രാർത്ഥിക്കുകയും ബോധപൂർവം മാറി നിൽക്കുകയും ചെയ്യണം. അതേസമയം അള്ളാഹുവിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും നിമിത്തമാകുന്ന നന്മകളിൽ സാധ്യമാം വിധം ബോധപൂർവം ഇടപെടാനും നമുക്ക് കഴിയണം. ബോധപൂർവം ഇടപെടാനും. അത് ദിക്റുകളാകട്ടെ, നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഇസ്ലാമിക പ്രബോധന സംരംഭങ്ങളാകട്ടെ, എന്തു നന്മകളാകട്ടെ. ചെരുപ്പിടുമ്പോൾ വലത് കാലിൽ ചെരുപ്പാദ്യം ഇടുക എന്ന പ്രവാചകൻ പഠിപ്പിച്ച മാതൃകയാകട്ടെ, ബാത്റൂമിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ ഇടത് കാൽ ആദ്യം വെക്കണം എന്നുള്ള പ്രവാചകന്റെ മാതൃകയാകട്ടെ, വഴിയിൽ നിന്ന് തടസ്സമുണ്ടെങ്കിൽ മാറ്റിയിടുക എന്ന നന്മയാകട്ടെ, തൻ്റെ സഹോദരനെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുക എന്ന സ്വതക്കയാകട്ടെ, മനസ്സ് തുറന്ന് അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യം ചെയ്യുക എന്ന നന്മയാകട്ടെ, എന്തുമാകട്ടെ, കിട്ടുന്ന അവസരങ്ങൾ നന്മകളിൽ അള്ളാഹുവിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും കാരണമാകാവുന്ന നന്മകളിൽ സാധ്യമാം വിധം നിറസാന്നിധ്യങ്ങളാകാൻ നമുക്ക് കഴിയണം. അബൂബക്കറിനെ പോലെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ രംഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്ക് അതിൽ നിന്ന്, അദ്ദേഹത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. നബി ചോദിച്ചു, ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് നോമ്പുകാരനായി? അപ്പൊ അദ്ദേഹം കൈ ഉയർത്തി, ഞാനുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് ഇന്ന് സാധുവിന് ഭക്ഷണം നൽകിയവൻ? ഞാനുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് ഇന്ന് രോഗിയെ സന്ദർശിച്ചവൻ? ഞാനുണ്ട്. നിങ്ങളിൽ ആരുണ്ട് ഇന്ന് ജനാസയെ അനുഗമിച്ചവൻ? ഞാനുണ്ട്. നോമ്പുകാരൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് റസൂലുള്ളാന്റെ സദസ്സിൽ നോമ്പുകാരനായി അബൂബക്കർ. സാധുവിന് ഭക്ഷണം നൽകിയവൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് ഞാൻ സാധുവിന് ഭക്ഷണം നൽകിയിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞ അബൂബക്കർ. രോഗിയെ സന്ദർശിച്ചവൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് പ്രവാചകരെ രോഗിയെ എന്ന് പറഞ്ഞ അബൂബക്കർ. ജനാസയെ അനുഗമിച്ചവൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് ഞാൻ അനുഗമിച്ചിട്ടുണ്ട് ജനാസയെ. ഒരു ദിവസം നോമ്പുകാരനായി രോഗിയെ സന്ദർശിച്ച് സാധുവിന് ഭക്ഷണം നൽകി. അതോടൊപ്പം തന്നെ ജനാസയെ അനുഗമിച്ച് പുണ്യത്തിൽ നന്മയിൽ മത്സരിച്ചു അബൂബക്കർ. മത്സരിക്കുകയായിരുന്നു ശ്രേഷ്ഠരായ സഹാബിമാർ. വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്ന അർദുഹാ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത ലിൽ മുത്തഖീൻ. മുത്തഖികൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കിയ സ്വർഗ്ഗലോകത്തിന് വേണ്ടി മത്സരിക്കാൻ, മഗ്ഫിറത്തിന് വേണ്ടി മത്സരിക്കാൻ, സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുങ്ങണം, നമ്മൾ തയ്യാറാകണം, നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കാൻ. ആ ഒരർത്ഥത്തിലുള്ള ശ്രമങ്ങളിൽ സജീവമാവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ചുരുക്കം. അതേസമയം അള്ളാഹുവിന്റെ കോപത്തിനും അള്ളാഹുവിന്റെ ശാപത്തിനും നിമിത്തമാകാവുന്ന സകല നടപടിക്രമങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. പ്രത്യേകിച്ച് ഈ ഡിസംബർ 25 അടുക്കുമ്പോൾ പല മുസ്ലിങ്ങൾക്കിടയിലും വീടുകളിലും എല്ലാം തന്നെ ക്രിസ്മസ് ആശംസകളും അതേപോലെ തന്നെ ക്രിസ്മസ് സ്റ്റാറുകളെല്ലാം തൂക്കി അള്ളയേറെ വെറുക്കുന്ന അള്ളാഹുവിന് മകനുണ്ട് എന്ന പിഴച്ചവാദത്തിന്റെ വളരെ മോശമായ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിന് സാക്ഷികളാകാനും അതിന്റെ ആശംസകൾ കൈമാറുന്ന അതിന്റെ വക്താക്കളുടെ കൂടക്കൂടികളാകുന്ന ഒരു ദുരന്തത്തിലേക്ക് നമ്മൾ പോയി പോകരുത്. അള്ളാഹ് പറഞ്ഞു, ഖാത്തലഹുമുല്ലാ, അള്ളാഹുവിനൊരു മകനുണ്ട് എന്ന് പറഞ്ഞവരെ കുറിച്ച്, ഉസൈർ ബിനുല്ലാഹ്, ഈസ ബിനുല്ലാഹ് എന്ന് പറഞ്ഞവരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് ഖത്തലഹുമുല്ലാഹ്, അള്ളാഹുവിന്റെ ശാപം അവർക്കുണ്ട് എന്ന്. അന്നാ യുഫ്ഫകൂൻ, അവരെങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത് എന്നടക്കം അള്ളാഹ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനേറെ വെറുപ്പും മറപ്പുമുള്ള ഒരു നിലപാടും നടപടിക്രമവുമാണ് വിശ്വാസരംഗത്തെ അധമാവസ്ഥയാണ് അള്ളാഹുവിന് മകനുണ്ട് എന്ന വാദവും ചിന്തയും വിശ്വാസവും. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, ക്രിസ്മസ് അടക്കമുള്ള കേക്ക് മുറിയാണെങ്കിലും സ്റ്റാർ തൂക്കലാണെങ്കിലും അതേപോലെ ക്രിസ്മസ് ട്രീ ആണെങ്കിലും എന്ത് ഏർപ്പാടുകളാണെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ലക്ഷ്യമിടുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന് മകനുണ്ട് എന്ന് പറയുന്നവർക്കുള്ള താക്കീതാണ് ഈ ഗ്രന്ഥം എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറ കഹ്ഫിന്റെ തുടക്കത്തിൽ പറയുന്നത്.
വയുൻദിറല്ലദീന ഖാലു തഖദല്ലാഹു വലദ. എന്നിട്ട് അല്ലാഹ് പറയാണ്, അവർക്കൊരു വിവരമില്ല ആ രംഗത്ത്, അവരുടെ മുൻഗാമികൾ, അവരുടെ പിതാക്കന്മാർക്കും ആ രംഗത്ത് ഒരു വിവരമില്ല. അപ്പൊ അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് നിമിത്തമാകുന്ന നന്മകളിലാകണം നമ്മുടെ പങ്കാളിത്തം, നമ്മുടെ ഇടപെടൽ. അതേസമയം അള്ളാഹുവിന്റെ ശാപത്തിനും അള്ളാഹുവിന്റെ കോപത്തിനും വിധേയമാകുന്ന നടപടിക്രമങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ താളുകൾ മറിക്കുമ്പോൾ നമുക്ക് കാണാം. 27-ാം അധ്യായം സൂറ നംലിന്റെ 19-ാമത്തെ ആയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നു. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥനയായി അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്ന നമ്മൾ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒരുങ്ങണമെന്ന തിരിച്ചറിവുള്ള നമ്മൾ, അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ ഉതകുന്ന കർമ്മങ്ങളിൽ സജീവമാകണം. ആ രംഗത്ത് പ്രാർത്ഥിക്കണം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളാവണം നമ്മുടെ കർമ്മം എന്നുള്ള ശ്രദ്ധയുണ്ടാകണം. വിശുദ്ധ ഖുർആൻ ആ പ്രാർത്ഥനാ മന്ത്രം നമുക്ക് പരിചയപ്പെടുത്തി തന്നു. സുലൈമാൻ നബിയുടെ ദുആ ആയി, സുലൈമാൻ നബിയുടെ പ്രാർത്ഥനയായി. ഖാല റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ വഅൻ അഅമല സ്വാലിഹൻ തർദാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. പടച്ചോനെ, എനിക്ക് നീ പ്രചോദനം നൽകുമാറാകണമേ. നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നിനക്ക് നന്ദി രേഖപ്പെടുത്താൻ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നിനക്ക് നന്ദി രേഖപ്പെടുത്താൻ നീ എനിക്ക് പ്രചോദനം നൽകുമാറാകണമേ. നീ തൃപ്തിപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാൻ, അതോടൊപ്പം തന്നെ നിന്റെ കാരുണ്യത്താൽ നീ എന്നെ പ്രവേശിപ്പിക്കണമേ നിന്റെ സ്വാലിഹീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് ഉതകുന്ന കർമ്മങ്ങൾ ചെയ്യാൻ, അള്ളാഹു ചെയ്തുന്ന അനുഗ്രഹങ്ങൾക്ക് സാധ്യമാം വിധം നന്മകൾ ചെയ്യാൻ, ശുക്ർ ചെയ്യാൻ അതിനുള്ള പ്രചോദനവും ആവേശവും നൽകണമേ എന്ന പ്രാർത്ഥന. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണോ എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നു നന്ന്, ഒരു സ്വയം വിലയിരുത്തൽ ഉണ്ടാകുന്നു നന്ന്. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊരു നടപടിക്രമം ഉണ്ടാകുമ്പോൾ, ഞാനിത് പറഞ്ഞാൽ, ഞാനിത് ചെയ്താൽ, ഞാൻ അങ്ങോട്ട് പോയാൽ അതെൻ്റെ റബ്ബിന് ഇഷ്ടമാകുമോ, അതല്ല എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടക്കേടിന് കാരണമാകുമോ? ഞാൻ ഈ വർത്തമാനം പറഞ്ഞാൽ അതെൻ്റെ റബ്ബിൻ്റെ ഇഷ്ടത്തിന്, അവനിൽ നിന്നുള്ള പുണ്യം നേടിയെടുക്കാൻ എനിക്ക് സഹായകമാകുമോ, അതല്ല എൻ്റെ റബ്ബിനോട് എനിക്ക് വെറുപ്പുണ്ടാവോ, അല്ലാഹ് എന്നെ ശപിക്കുവോ, അള്ളാഹുവിന്റെ ഇഷ്ടക്കേടിന് കാരണമാകുമോ എൻ്റെ ഈ വർത്തമാനം, എൻ്റെ ഈ ഇടപെടൽ, എൻ്റെ ഈ കർമ്മം എൻ്റെ റബ്ബിന് ഇഷ്ടമാകുമോ, അതല്ല എൻ്റെ റബ്ബ് എന്നോട് വെറുക്കുമോ, എന്നെ വെറുക്കുമോ എന്നുള്ള തിരിച്ചറിവ് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഉണ്ടാകുന്നു നന്ന്. ഈ ഒരു ബോധത്തോടുകൂടെ ഇടപെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കഴിയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ലക്ഷ്യമിട്ടുകൊണ്ട് ബോധപൂർവമുള്ള ഇടപെടലുകൾ നടത്താൻ. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് സ്വർഗാവകാശികളെ വിളിച്ചുകൂട്ടുന്ന രംഗം സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാം. സ്വർഗാവകാശികളെയെല്ലാം വിളിച്ചുകൂട്ടിക്കൊണ്ട് പടച്ച റബ്ബ് ചോദിക്കും, നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത്, എന്തു വേണം ഇനി? സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ വിശുദ്ധ ഖുർആൻ പലയിടത്തും സ്വർഗത്തിന്റെ സൗന്ദര്യവും അതിൻ്റെ സുഖവും അതിൻ്റെ സൗകര്യങ്ങളും വർണ്ണിച്ചിട്ടുണ്ട്. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ഹൃദയവും അനുഭവിക്കാത്തത് ഉന്നതമായ അള്ളാഹുവിൻ്റെ സമ്മാനമാണത്. വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി തയ്യാറാക്കിയ അള്ളാഹുവിന്റെ സൽക്കാരമാണ് യഥാർത്ഥത്തിൽ നുസുലൻ മിൻ ഗഫൂരിർ റഹീം. ഗഫൂറും റഹീമുമായ റബ്ബിന്റെ സൽക്കാരമാണ് സ്വർഗം. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരുക്കി തയ്യാറാക്കുന്ന അവന്റെ സൽക്കാരം. നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുന്നു, നമ്മുടെ ഇഷ്ടക്കാർ വരുന്നു എങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആളുകളോട് എന്തുമാത്രം നമുക്ക് ഇഷ്ടവും സ്നേഹവും താല്പര്യവും ആദരവും ഉണ്ടോ, അത്ര കണ്ട് നമ്മൾ ഒരുക്കും നമ്മുടെ വീട്ടിലെ വിഭവങ്ങൾ. അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കും. നമുക്ക് അവരോടുള്ള ഇഷ്ടവും സ്നേഹവും ആദരവും അനുസരിച്ച് ഒരുക്കങ്ങൾ കൂടും, സ്വാഭാവികമാണ്. അള്ളാഹ് പറയുന്നു ഗഫൂറും റഹീമുമായ റബ്ബിന്റെ സൽക്കാരമാണ് സ്വർഗമെന്ന്. ആ സൽക്കാരം കിട്ടാൻ ബോധപൂർവമായി ശ്രമിക്കേണ്ടതുണ്ട്. മാത്രമല്ല നമ്മൾ അറിയണം, സ്വർഗാവകാശികളെ വിളിച്ചുകൂട്ടിക്കൊണ്ട് അള്ളാഹ് ചോദിക്കും, ഇനി എന്താണ് വേണ്ടത്? സ്വർഗത്തിന്റെ വല്ലാത്ത അനുഭവങ്ങളും വല്ലാത്ത മധുരവും വല്ലാത്ത കുളിരും വല്ലാത്ത കുളിർമയും വല്ലാത്ത സൗന്ദര്യവും വല്ലാത്ത അനുഗ്രഹങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗാവകാശികൾ അള്ളാഹിനോട് ചോദിക്കും, റബ്ബേ, ഞങ്ങൾ എന്താ നിന്നോട് ചോദിക്കുക? ഞങ്ങൾ ചോദിച്ചതും അതിനപ്പുറവും നീ വാരിക്കോരി തന്നില്ലയോ? ഇനി എന്താ നിന്നോട് ഞങ്ങൾ ചോദിക്കുക? എന്താണ് ചോദിക്കേണ്ടത് ഞങ്ങൾക്കറിയില്ല. എന്താണ് ഞങ്ങൾ ചോദിക്കേണ്ടത്? തിരിച്ചു പടച്ച റബ്ബിന്റെ മറുപടി ഉണ്ടാകും, ഞാനിതാ എൻ്റെ തൃപ്തി നിങ്ങൾക്ക് തരുന്നു, എൻ്റെ റിള നിങ്ങൾക്ക് ഞാൻ പ്രദാനം ചെയ്യുന്നു, ഇനി ഞാൻ നിങ്ങളോട് കോപിക്കുകയേ ഇല്ല എന്നുള്ള പടച്ച റബ്ബിന്റെ പ്രഖ്യാപനം നടക്കും. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒന്ന്, ഞാനിതാ എൻ്റെ തൃപ്തി നിങ്ങൾക്ക് നൽകുന്നു, ഇനി ഞാൻ നിങ്ങളോട് കോപിക്കുകയേ ഇല്ല എന്നുള്ള പടച്ച റബ്ബിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാം ആഗ്രഹമാണ്
അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചവരാകണം. അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചവരുടെ കൂട്ടത്തിൽ അവരുടെ പേരുകളിൽ നമ്മുടെ പേരുമുണ്ടാകണം. അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ച ശ്രേഷ്ഠരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശ്രേഷ്ഠരായ സലഫുകൾ, സഹാബത്ത്, താബിയങ്ങൾ, തബഅത്താബിയങ്ങൾ, അല്ലേ, ശ്രേഷ്ഠനായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, സഅദ് ബിൻ അബി വഖാസ്, സഅദ് ബിൻ മുആദ്, ബിലാൽ, ആയിഷ, ഖദീജ റളിയല്ലാഹു അൻഹും, അവരുടെ കൂട്ടത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഉപ്പയുടെ, ഉമ്മയുടെ, നമ്മുടെ ഇണകളുടെ, നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്ന നമ്മളുടെ മക്കളുടെ, നമ്മുടെ ഉറ്റവരുടെ, ഉടയവരുടെ എല്ലാം പേരുകൾ ഉണ്ടാകണമെന്നത് നമ്മുടെ എല്ലാം ആഗ്രഹമാണ്, തേട്ടമാണ്, പ്രതീക്ഷയാണ്, പ്രാർത്ഥനയാണ്. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട് എന്നാണ് അള്ളാഹ് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ സാധ്യമാം വിധം പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹ് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഈ ആയത്തിൻ്റെ കാമ്പ് ഉൾക്കൊള്ളാൻ, അള്ളാഹ് പറഞ്ഞ ആയത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. റസൂലുള്ളാന്റെ സദസ്സിൽ വന്ന ഒരാൾ പ്രവാചകനോടൊരു വസിയത്ത് ആവശ്യപ്പെടുന്ന ഒരു ഉപദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അതിൻ്റെ പുണ്യം അവനുണ്ട്. അതല്ല ഷർറാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ നഷ്ടവും അതിൻ്റെ ശിക്ഷയും അവൻ അനുഭവിക്കേണ്ടി വരും. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് കേട്ട് തഴമ്പിച്ചവരാണ് നമ്മൾ. വമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, നന്മ ചെയ്താൽ അതേപോലെ തന്നെ ഷർറാണെങ്കിൽ ഷർറൻ യറ, അതും അവന് കാണും, അനുഭവിക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിന്ന് അയാൾ മടങ്ങി പോവുകയാണ്. മിസ്ഖാല ദർറ, മിസ്ഖാല ദർറ, മിസ്ഖാല ദർറ, അണുമണി തൂക്കം, അണുമണി തൂക്കം, അണുമണി തൂക്കം. ഇത് പറഞ്ഞിട്ടാണ് മൂപ്പര് റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിന്ന് തിരിഞ്ഞു പോണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, സ്വർഗത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? സഹാബത്ത് ചോദിച്ചു, തീർച്ചയായും പ്രവാചകരെ, കാണിച്ചു തരൂ. ദാ ആ പോണ മനുഷ്യൻ, മിസ്ഖാല ദർറ, മിസ്ഖാല ദർറ എന്ന് പറഞ്ഞു പോകുന്ന മനുഷ്യൻ, അണുമണി തൂക്കം, അണുമണി തൂക്കം. ഞാൻ ചെയ്യുന്ന നന്മ അതൊരു അണുമണി തൂക്കമാണെങ്കിലും എനിക്ക് എൻ്റെ റബ്ബ് പ്രതിഫലം നൽകും. ഞാൻ ചെയ്യുന്ന തിന്മ അതൊരു അണുമണി തൂക്കമാണെങ്കിൽ എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ ഞാൻ വിചാരണ ചെയ്യപ്പെടും എന്ന ബോധത്തോടെ നടന്നു പോകുന്ന മനുഷ്യൻ. അതുകൊണ്ട് ഒരുങ്ങുക റബ്ബിൻ്റെ പ്രീതിക്കു വേണ്ടി എന്ന ഈ ക്ലാസ്, അള്ളാഹുവിൻ്റെ പ്രീതിക്കു വേണ്ടി അണുമണി തൂക്കം നന്മയാണെങ്കിലും അത് തള്ളാതെ, അതിനെ അലംഭാവത്തോടെ നോക്കിക്കാണാതെ സ്വന്തം അക്കൗണ്ടിൽ വരവ് വെക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അള്ളാഹുവിൻ്റെ കോപത്തിന് നിമിത്തമാകുന്ന അതൊരു അണുമണി തൂക്കം തിന്മയാണെങ്കിലും മാറ്റി നിർത്താൻ, മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. ആ ഒരു ശ്രമം ഈ രംഗത്തുണ്ടാകണമെന്ന് ചുരുക്കം. വിശുദ്ധ ഖുർആനിലെ സൂറ തൗബയിൽ 72-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞു, വരിളുവാനു മിനല്ലാഹി അക്ബർ, അള്ളാന്റെ അടുക്കലുള്ള പ്രീതിയാണ് ഏറ്റവും ഉന്നതം, ഏറ്റവും മഹത്തരം, ഏറ്റവും ഉന്നതമാണ് അള്ളാന്റെ അടുക്കലുള്ള പ്രീതി. ദാലിക ഹുവൽ ഫൗസുൽ അളീം, അതാണ് മഹത്തരമായ വിജയം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എപ്പോൾ റബ്ബ് വിളിക്കുകയാണെങ്കിലും അതെവിടെ വെച്ചാണ് നമ്മുടെ മരണമെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ട്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിക്കൊണ്ടുള്ള ഒരവസ്ഥയിലാകണമേ എൻ്റെ മരണമെന്ന പ്രാർത്ഥനയും ആ രംഗത്തുള്ള പരിശ്രമങ്ങളും ഉണ്ടാകണം. ഞാൻ നിർത്തുകയാണ്. ലോകങ്ങളുടെ നാഥൻ അതിനുള്ള മനസ്സും ഈമാനും നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ അംഗങ്ങളാക്കുമാറാകണമേ. നിന്റെ അർശിൻ്റെ തണൽ നൽകി നീ ഞങ്ങളെ പരിഗണിക്കുമാറാകണമേ. നിന്റെ തൃപ്തിയും പൊരുത്തവും ലഭിച്ച ശ്രേഷ്ഠരായ മുൻഗാമികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ അംഗങ്ങളാക്കുമാറാകണമേ. നാളെ പരലോകത്ത് നീ സ്വർഗാവകാശികളെയെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് നീ നിന്റെ തൃപ്തി പ്രദാനം ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ നീ ഞങ്ങളെ അംഗങ്ങളാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഉപ്പാനെ, ഞങ്ങളുടെ രക്ഷിതാക്കളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളേറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ പേരമക്കളെ, ഞങ്ങളുടെ ആദർശ ബന്ധുക്കളെ നീ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസ്സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.